മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ദൈവജനമേ, വിവാഹമെന്ന കുദാശയിലൂടെ ഒന്നായിത്തീരുന്ന ദമ്പതികൾക്ക് ദൈവം നൽകുന്ന ഉദാത്തമായ ഒരു സന്ദേശമുണ്ട്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനത്തിൽ 7-ാം അധ്യായം 4-ാം വാക്യത്തിൽ ദാമ്പത്യത്തിലെ ശാരീരിക ബന്ധങ്ങളെക്കുറിച്ച് വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. ഭാര്യയുടെ ശരീരത്തിന്മേൽ അവൾക്കല്ല, ഭർത്താവിനാണ് അധികാരമുള്ളത്. അതുപോലെ ഭർത്താവിൻ്റെ ശരീരത്തിന്മേൽ അവനല്ല, ഭാര്യയ്ക്കാണ് അധികാരമുള്ളത്. ഈ വചനം കേൾക്കുമ്പോൾ ഇതൊരു അധികാര കൈമാറ്റമായി തോന്നാമെങ്കിലും യഥാർത്ഥത്തിൽ ഇത് പരസ്പര ബഹുമാനത്തിൻ്റെയും സമ്പൂർണമായ പങ്കാളിത്തത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ആഴമേറിയ ഒരു ദൈവശാസ്ത്രമാണ്. ഈ തിരുവെഴുത്തിൻ്റെ കാതൽ എൻ്റെ ശരീരം എൻ്റെ അവകാശം എന്ന സെൽഫിഷായിട്ടുള്ള ലോകത്തിൻ്റെ ചിന്താഗതിയിൽ നിന്ന് മാറി നമ്മുടെ ശരീരം നമ്മുടെ കൂട്ടായ്മ എന്ന ക്രിസ്തീയ കാഴ്ചപ്പാടിലേക്ക് നമ്മെ ഓരോരുത്തരെയും, പ്രത്യേകിച്ച് ദമ്പതികളെ നയിക്കണം. ദാമ്പത്യത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ തങ്ങളെ തന്നെ പരസ്പരം പൂർണ്ണമായി സമർപ്പിക്കും. അതാണ് യഥാർത്ഥമായ സമർപ്പണം. ദാമ്പത്യ വിശുദ്ധിയിൽ കർത്താവ് ഉദ്ദേശിക്കുന്നതും ഈ സമർപ്പണമാണ്. ഇവിടെ ആരും ഉടമകളല്ല, മറിച്ച് വിശ്വസ്തരായ കാര്യസ്ഥന്മാരാണ്. പങ്കാളിയുടെ ആവശ്യങ്ങൾ സ്വന്തം ആവശ്യങ്ങളായി കാണാനും പരസ്പരം സന്തോഷിപ്പിക്കുവാനും ബഹുമാനിക്കാനും ദമ്പതികൾ കടപ്പെട്ടവരാണ്. ശാരീരികമായ ഈ ഐക്യം ആത്മീയവും മാനസികവുമായ ഐക്യത്തിൻ്റെ പ്രതിഫലനം കൂടിയാണ്. ദാമ്പത്യത്തിലെ സമർപ്പണം ഉപാധികൾ ഇല്ലാത്തതാകണം. കണ്ടീഷൻസ് ഇല്ലാണ്ടായിരിക്കണം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക. ശാരീരിക ബന്ധങ്ങൾ സ്നേഹപ്രകടനത്തിൻ്റെ വിശുദ്ധമായ മാർഗമാണ്. അതിൽ ലസ്റ്റ് ഉണ്ടാവാൻ പാടില്ല. പങ്കാളിയുടെ വികാരങ്ങളെയും ആഗ്രഹങ്ങളെയും മാനിക്കാൻ ദമ്പതികൾ പരസ്പരം പഠിക്കണം. ഈ വിശുദ്ധ വചനങ്ങൾ ഉൾക്കൊണ്ട് നിങ്ങളുടെ ദാമ്പത്യ ജീവിതം കൂടുതൽ സ്നേഹപൂർണവും പരസ്പര ധാരണയുള്ളതും ദൈവത്തിന് മഹത്വം നൽകുന്നതുമാക്കി മാറ്റാം. ക്രിസ്തു നമ്മെ സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിക്കാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ.